മോർണിംഗ് വാർത്തകൾ ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 61.29% പോളിംഗ് രേഖപ്പെടുത്തി. 11 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമായി 95 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് ശാന്തമായിരുന്നു. പശ്ചിമബംഗാളിലും അസമിലും മണിപ്പൂരിലും കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ 52 മണ്ഡലങ്ങളിലും ഉത്തരേന്ത്യയിലെ 43 മണ്ഡലങ്ങളിലുമാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 95 മണ്ഡലങ്ങളിലായി 61.29% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാൾ, അസം, മണിപ്പൂർ എന്നിവിടങ്ങളിലാണ്. അസമിൽ 73.32%, മണിപ്പൂരിൽ 74.69%, പശ്ചിമബംഗാളിൽ 75.27%മാണ് പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ജമ്മുകശ്മീരിലാണ്. 43.37%മാണ് പോളിംഗ്. മഹാസഖ്യത്തിനുള്ള പരീക്ഷണം കൂടിയായ വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിലെ 38 മണ്ഡലങ്ങളിലും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലും വിധിയെഴുതി. കനിമൊഴി, ദയാനിധിമാരൻ, ദേവഗൌഡ തുടങ്ങി നിരവധി പ്രമുഖർ ഉൾപ്പെടെ 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. തെക്കൻ തമിഴ്നാട്ടിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നതും. ഡിഎംകെയ്ക്കും എഐഎഡിഎംകെയ്ക്കും പുറമെ ടിടിവി ദിനകരന്റെ എഎംഎംകെയും രംഗത്ത് വന്നതോടെയാണ് ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങിയത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമൊഴുക്കുന്നുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പിന്റെ ശക്തമായ നിരീക്ഷണവും തമിഴ്നാട്ടിലുണ്ടായിരുന്നു. കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ ജെഡിഎസ് കോൺഗ്രസ് സഖ്യം ബിജെപിക്ക് ഉയർത്തിയത് കനത്ത വെല്ലുവിളി തന്നെയാണ്. അതിനിടയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അക്രമ സംഭവങ്ങളും അരങ്ങേറി. പശ്ചിമബംഗാളിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സിപിഎം സ്ഥാനാർത്ഥി മുഹമ്മദ് സിമുവിനെ ആക്രമിക്കുകയും ബൂത്തുകൾ കയ്യേറുകയും ചെയ്തു. തമിഴ്നാട്ടിലും ചെറിയ തോതിൽ അക്രമ സംഭവങ്ങളുണ്ടായി. ഇതൊഴിച്ചാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു. ന്യൂസ് ബ്യൂറോ. കേരളം ഇടതുപക്ഷത്തിനൊപ്പം യുഡിഎഫിന് സീറ്റ് കുറയും. എൻഡിഎക്ക് കേരളത്തിൽ സീറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് 11 മുതൽ 13 വരെ സീറ്റ് നേടുമെന്ന് അഭിപ്രായ സർവേ. സിവിൽ ഇനിഷ്യേറ്റീവ് ഫോർ ഡെമോക്രാറ്റിക് അസേർഷൻ ആണ് സർവേ നടത്തിയത്. സിവിൽ ഇനിഷ്യേറ്റീവ് ഫോർ ഡെമോക്രാറ്റിക് അസേർഷൻ നടത്തിയ സർവേ ഫലമാണ് പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. ഏപ്രിൽ 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു പഠനം. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും 5 നിയമസഭാ മണ്ഡലങ്ങളാണ് പഠനത്തിനായി തെരഞ്ഞെടുത്തത്. 600 പോളിംഗ് ബൂത്തുകളിൽ നിന്നായി 1500 പേരിൽ നിന്നാണ് അഭിപ്രായങ്ങൾ ശേഖരിച്ചത്. എൽഡിഎഫ് 11 മുതൽ 13 സീറ്റ് വരെ നേടുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. യുഡിഎഫ് 7 മുതൽ 9 വരെ സീറ്റുകൾ നേടാനാണ് സാധ്യത. എൻഡിഎ ഇത്തവണയും അക്കൌണ്ട് തുറക്കില്ല. 20 മണ്ഡലങ്ങളിലും എൻഡിഎ 3ാം സ്ഥാനത്തായിരിക്കുമെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനത്തിലും എൽഡിഎഫ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എൽഡിഎഫ് 42.10% വോട്ട് നേടും. യുഡിഎഫിന് ലഭിക്കുക 40.80% വോട്ടായിരിക്കും. എൻഡിഎയുടെ വോട്ട് നേട്ടം 15.20% ഒതുങ്ങും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എൽഡിഎഫിനൊപ്പം നിൽക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. കേരളത്തിലെ വോട്ടിംഗ് ശതമാനം ഈ സർവേ ഇങ്ങനെയായിരിക്കും എന്നാണ് പ്രവചിക്കുന്നത്. 42.1% വോട്ടുകൾ നേടി എൽഡിഎഫ് മുന്നിൽ വരും എന്നാണ് ഈ സർവേ പറയുന്നത്. യുഡിഎഫ് 2ാം സ്ഥാനത്ത് വരുന്നു. 40.8% വോട്ടോഹരി അവർ സ്വന്തമാക്കും. എൻഡിഎക്ക് 15.2% വോട്ടുകൾ ആണ് കിട്ടുക. മറ്റുള്ളവർക്ക് 1.9% വോട്ടുകൾ കിട്ടും. ശരി, അപ്പോ ഇതാണ് ശതമാന കണക്കുകൾ എങ്കിൽ സീറ്റുകൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ കണക്കുകളാണ് ഈ കാണുന്നത്. സീറ്റുകൾ LDFന് അനുകൂലമായി 11 മുതൽ 13 വരെയുള്ള സീറ്റുകൾ അതാണ് കിട്ടുന്നത്. UDFന് 7 മുതൽ 9 സീറ്റുകൾ കിട്ടുന്നു. BJPക്ക് സീറ്റ് കിട്ടുന്നില്ല, BJP അക്കൗണ്ട് തുറക്കുന്നില്ല എന്നതാണ് സിഡയുടെ സർവേ. UDFന് സീറ്റുകൾ കുറയുമെന്ന് മാത്രമല്ല, വോട്ടിംഗ് ശതമാനത്തിലും UDFന് കുറവ് വരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന BJPയുടെ അവകാശവാദം പൊള്ളയാണെന്നും സർവേയിൽ കണ്ടെത്തി. 15% വോട്ട് മാത്രമാണ് BJP ഉൾപ്പെടുന്ന NDAക്ക് ലഭിക്കുക എന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കേന്ദ്രത്തിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരരുതെന്ന്
സിഡ നടത്തിയ സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായം രേഖപ്പെടുത്തി. മാത്രമല്ല, മോദി സർക്കാരിന്റെ നോട്ട് നിരോധനം അടക്കമുള്ള നടപടികളോടും സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും യോജിക്കുന്നില്ല. കൂടാതെ ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ശരിയല്ലെന്നും സർവേയിൽ 76% പേരും പ്രതികരിച്ചുവെന്നതും പ്രസക്തമാണ്. സിഡ നടത്തിയ അഭിപ്രായ സർവേയിൽ 71.30% പേരും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരരുതെന്ന് അഭിപ്രായമുള്ളവരാണ്. 14.70% പേർ മാത്രമാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുന്നതിനെ അനുകൂലിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഒരുപക്ഷെ ഈ ചോദ്യങ്ങളുടെ മുഴുവൻ ഒരു പരിസമാപ്തി കുറിക്കുന്ന ഒരു ചോദ്യം, മോദി വീണ്ടും വരണോ എന്നൊരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ 15,000 അഭിപ്രായം പറഞ്ഞ 15,000 പേരിൽ 71.3% പേർ മോദി വീണ്ടും വരേണ്ടതില്ല എന്ന ഉത്തരം കൊടുത്തിരിക്കുന്നു. വരണം എന്ന് പറഞ്ഞവർ 14.7% പേർ ആണ്. ഒപ്പം തന്നെ അഭിപ്രായം പറയാതിരിക്കുകയോ അഭിപ്രായം ഇല്ല എന്ന് പറയുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്തവർ 14% പേരാണ്. 71-14-14. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൽ 67.70% പേരും തൃപ്തരല്ല. ഇക്കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയത് 25.30% പേർ മാത്രമാണെന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, മോദി സർക്കാരിന്റെ നോട്ട് നിരോധനമടക്കമുള്ള നടപടികളോടും ബഹുഭൂരിപക്ഷം പേരും സർവേയിൽ യോജിക്കുന്നില്ല. നോട്ട് നിരോധനം തെറ്റായ നടപടിയെന്ന് സർവേയിൽ പങ്കെടുത്ത 75% പേരും അഭിപ്രായപ്പെട്ടു. നോട്ട് നിരോധനത്തെ അനുകൂലിച്ചത് 11.70% മാത്രം. മോദിയുടെ ഏറ്റവും മോശം നടപടി ഏതാണെന്ന് അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറയിച്ച ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും മോശം നടപടി ആയി നോട്ട് നിരോധനമാണ് എടുത്തു പറഞ്ഞത്. 62.3% പേർ അങ്ങനെ അഭിപ്രായപ്പെട്ടു. GST നരേന്ദ്രമോദിയുടെ ഏറ്റവും മോശം പരിപാടിയാണെന്ന് 23.2% പേർ പറഞ്ഞു. അഴിമതി വിരുദ്ധ കാര്യങ്ങളിൽ 7.5% പേരാണ്, അതാണ് അഴിമതിയെ നേരിടുന്നതിലാണ് പരാജയം മോശമായത് എന്ന് 7.5% പേർ പറഞ്ഞു. മറ്റെല്ലാ വിഷയങ്ങളും കൂടി 7% പേർ പറയുകയുണ്ടായി. റഫേൽ ഇടപാടിൽ അഴിമതിയുണ്ടെന്ന് 60% പേരും കരുതുന്നു. ഇക്കാര്യത്തിൽ അഴിമതിയില്ലെന്ന് 4.70% മാത്രമാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, അച്ഛേദൻ നടപ്പാക്കുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് സർവേയിൽ പങ്കെടുത്ത 66% പേരും പ്രതികരിച്ചു. ഏറ്റവും വലിയ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് സർവേ കണ്ടെത്തി. അതേസമയം സർവേയിൽ ശബരിമല വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ശരിയില്ലെന്ന് 76% പേർ പ്രതികരിച്ചപ്പോൾ ഇതിനെ അനുകൂലിച്ചത് 14.30% പേർ മാത്രമാണ്. 9.7% പേർ ഇക്കാര്യത്തിൽ നേരിട്ട് അഭിപ്രായം പറഞ്ഞില്ല. ഇനി നോക്കേണ്ടത് ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ശരിയോ എന്ന ചോദ്യത്തിന് തെറ്റ് എന്ന് പറഞ്ഞത് 76% പേർ, ശരി എന്ന് പറഞ്ഞത് 14.3% പേർ, തെറ്റ് എന്ന് പറഞ്ഞത് വലിയൊരു ശതമാനം ആണ് 76. ഒരുപക്ഷെ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ശതമാനം ഇത് തന്നെയാണ്. ഈ ചോദ്യവും ഉത്തരവും അതിന്റെ പ്രാധാന്യം ഉറപ്പിച്ചു പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇതുവരെ ദേശീയ പ്രശ്നങ്ങളിലായിരുന്നു ഈ സർവേ ഊന്നിയിരുന്നത്. അത് സംസ്ഥാനതല വിഷയങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു പ്രധാന ചോദ്യത്തിന് 76% പേർ തെറ്റാണ് എന്നൊരു ഉത്തരം കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ 76% പേർ അങ്ങനെ കരുതുന്നു. കേരളത്തിൽ 57.60% പേരും മുന്നണിയോ പാർട്ടിയോ നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. സ്ഥാനാർത്ഥിയെ നോക്കി 31% പേർ വോട്ട് ചെയ്യുന്നു. അതേസമയം കേരളത്തിൽ മതവും സമുദായവും നോക്കി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം 1.6% മാത്രമാണെന്നും സർവേയിൽ കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, കൈരളി. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണകളുമായി ലോകമൊട്ടുക്കും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപായി ശിഷ്യന്മാരോടൊത്തുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ് സ്മരണ പുതുക്കി വ്യാഴാഴ്ച ദേവാലയങ്ങളിൽ പെസഹ ശുശ്രൂഷകൾ നടന്നിരുന്നു. 50 നോമ്പിലെ ത്യാഗപൂർണമായ ദിവസം കൂടിയായ ദുഃഖവെള്ളിയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കും. കേരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. മുസ്ലിം ലീഗിന്റെ കുടുംബയോഗത്തിൽ പണം സമ്മാനം നൽകാൻ നേതാവിന്റെ ശബ്ദ സന്ദേശം. പൊന്നാനി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി KMCC പ്രവർത്തകരോട് പണം ആവശ്യപ്പെടുന്ന സന്ദേശമാണ് പുറത്തായത്. പൊന്നാനിയിലെ ഇടതുമുന്നേറ്റം തടയാൻ മുസ്ലിം ലീഗ് പണമൊഴുക്കുന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ശബ്ദ സന്ദേശം. കോട്ടക്കൽ ഈസ്റ്റ് വില്ലൂർ വാർഡ് സെക്രട്ടറി റഷീദ് മാസ്റ്റർ KMCC പ്രവർത്തകർക്കയച്ച ശബ്ദ സന്ദേശമാണിത്. മറ്റന്നാളെ അഥവാ വ്യാഴാഴ്ച 4 മണിക്ക് നമ്മുടെ വാർഡിലെ, അതായത് ഈസ്റ്റ് വില്ലൂർ വാർഡിലെ
കുടുംബയോഗം നടക്കുകയാണ്. കുടുംബയോഗത്തിൽ റഷീദ് അലി ശിഹാബ് തങ്ങളും മുജീബ് കാടേരി, MLA ആബിദ് ഹുസൈൻ തങ്ങള് തുടങ്ങിയ പ്രമുഖര് കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്നതാണ്. അപ്പോ പ്രവർത്തകരുടെ ഒരു അഭിപ്രായം, അവിടെ വരുന്ന സ്ത്രീകൾക്ക് അവര് കുടുംബയോഗം കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഖ്യയുടെ ഒരു ഉപഹാരം ഓരോരുത്തർക്കും കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ മുനിസിപ്പൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇലക്ഷൻ ഫണ്ട് ഒന്നും തന്നെ അതിന് കിട്ടൂല. KMCCയുടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും അതിലേക്ക് ചെറിയൊരു സംഖ്യ ഈ ഒരു ഫണ്ടിലേക്ക് ഒരു സംഭാവനയായിട്ട് തന്ന് നമ്മുടെ ഈ ഒരു പരിപാടി വലിയ വിജയകരമാക്കി തീർക്കാൻ ഓരോ ഗൾഫിലുള്ള നമ്മുടെ ഓരോ പ്രവർത്തകരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 200ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന കുടുംബയോഗത്തിൽ പണവും സമ്മാനവും നൽകണമെന്ന് റഷീദ് മാസ്റ്റർ അഭ്യർത്ഥിക്കുന്നു. പ്രദേശത്തെ LDF പ്രചരണത്തെ മറികടക്കാൻ പണം ആവശ്യമാണെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. അത് മാത്രമല്ല, CPMന്റെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങള്, ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ, LC സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം നമ്മുടെ ശില്ലൂർ അങ്ങാടിയിൽ വരികയും ആ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ ഏകോപിപ്പിച്ചെടുക്കുകയും ഒക്കെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ഷനിൽ നല്ലൊരു ലീഡ് ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന രീതിയിൽ അവരുടെ ഒരു മനോവീര്യം തകർക്കണമെങ്കിൽ നല്ലൊരു ലീഡ് നമുക്ക് നമ്മുടെ വാർഡിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുജീബ് കാടേരി, ആബിദ് ഹുസൈൻ തങ്ങൾ MLA തുടങ്ങിയവർ കുടുംബയോഗത്തിൽ പങ്കെടുക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. കോട്ടക്കൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലാണ് കുടുംബയോഗം സംഘടിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, മലപ്പുറം. കൊല്ലത്ത് പ്രേമചന്ദ്രന് വേണ്ടി വോട്ട് മറിക്കുകയാണെന്ന BJP നേതാക്കളുടെ ആരോപണത്തിന് പിന്നാലെ ജില്ലാ പ്രസിഡന്റിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. BJPക്ക് സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ അവരുടെ വോട്ടുകൾ തനിക്ക് കിട്ടുന്നതിൽ എന്ത് കുഴപ്പമെന്നാണ് പ്രേമചന്ദ്രന്റെ ചോദ്യം. ഇതൊരു പ്രാദേശിക പ്രശ്നമല്ലെന്നും കേന്ദ്ര നേതാക്കളുടെ അറിവോടെയാണ് വോട്ട് മറിക്കുന്നതെന്നും CPIM ആരോപിച്ചു. യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തിയത്. പ്രേമചന്ദ്രന് വേണ്ടി BJP ജില്ലാ നേതൃത്വം ഇടപെട്ട് വോട്ട് മറിക്കുകയാണെന്നായിരുന്നു അവരുടെ ആരോപണം. ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രി ചേർന്ന NDA തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിലും മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിലും ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി രണ്ടാമതെത്തിയ ചാത്തന്നൂരിൽ പോലും പ്രവർത്തനം വളരെ മോശമാണെന്ന് വിമർശിച്ചു. കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പുറത്താക്കിയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷിനെ തിരിച്ചെടുത്ത് ചവറയുടെ ചുമതല നൽകിയതും പ്രവർത്തനത്തെ ബാധിച്ചെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രേമചന്ദ്രന് വേണ്ടി വോട്ട് മറിക്കുകയാണെന്ന BJPയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് CPM. കേരളത്തിലെ 4 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ UDFുമായി വോട്ട് കച്ചവടം ഉറപ്പിച്ചു എന്ന ആക്ഷേപം അത് ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വന്നുകൊണ്ടിരിക്കുന്നത്. BJP വോട്ട് മറിക്കൽ പരസ്യമായതോടെ UDF പ്രതിരോധത്തിലായി. കൈരളി ന്യൂസ്, കൊല്ലം. ചവറയിൽ RSPയിൽ നിന്ന് നേതാക്കളുടെയും പ്രവർത്തകരുടെയും രാജി തുടരുന്നു. പ്രേമചന്ദ്രൻ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി RSP എന്ന പാർട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടിയെന്ന് ചവറയിലെ RSP വിട്ട നേതാക്കൾ പറയുന്നു. ദേശീയ സെക്രട്ടറിയെ പോലും നോക്കുകുത്തിയാക്കിയായിരുന്നു മുന്നണി വിട്ടതെന്നും ആക്ഷേപം. പ്രേമചന്ദ്രൻ മുന്നണി വിട്ട് വലതുപക്ഷത്തേക്ക് ചേക്കേറിയതിന്റെ പ്രതിഷേധമാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേമചന്ദ്രന്റെ ചവറയിൽ തിരിച്ചടിയാവുന്നത്. RSPയുടെ തട്ടകത്തിലെ പാർട്ടിയുടെ ബലക്ഷയം അതിന്റെ മൂർധനാവസ്ഥയിലെത്തി. ഒടുവിൽ പാർട്ടി വിട്ട മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AK റഹീം ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിന് വേണ്ടി ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ വേറെ തട്ടകത്തിലേക്ക് പോയി. അത് അവരുടെ ഉദ്ദേശം, അവരുടെ മാത്രം ഉദ്ദേശമോ അല്ല, പാർട്ടി സഹാക്കളുടെയോ അവരുടെ വികാരങ്ങളോ ഒന്നും മാനിക്കാതെ, ഒരു വാക്കുപോലും പറയാതെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ, അതായത് പാർട്ടി ദേശീയ സെക്രട്ടറി പോലും അറിയാതെയാണ് ഇങ്ങനൊരു തീരുമാനം രണ്ടുപേരും കൂടി എടുത്തത്. അത് ഞങ്ങൾക്ക് നല്ലോണം മനം നൊന്നിട്ടുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ മാനസികമായിട്ട് തകർന്ന് ഒരു പരിപാടിക്കും പങ്കെടുക്കാതെ നിൽക്കുകയായിരുന്നു. പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ പാർട്ടിയായി RSP അധപ്പതിച്ചുവെന്ന് RYF നേതാക്കൾ പറഞ്ഞു. UDFിൽ പോയതിനു ശേഷം ചവറ നിയോജക മണ്ഡലത്തിൽ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 27,000 വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്തെന്ന അതേ സാഹചര്യത്തിൽ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോൺ 6,500 വോട്ടിന് തോക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ ഞങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് കാണുന്നത്. പ്രേമേന്ദ്രൻ എന്നൊരു വ്യക്തിക്ക് സ്വന്തമായി ഈ പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒതുക്കുവാൻ ആദരണീയനായ ബേബി സാറിൻ്റെ മകനെ പോലും ഒതുക്കി
അദ്ദേഹത്തിൻ്റെ ഒരു കൈകളിലേക്ക് ഈ പ്രേമേന്ദ്രൻ എന്നൊരു വ്യക്തിയിലേക്ക് മാത്രം ഈ പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായതുകൊണ്ട് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം വിട്ട്. ഷിബു ബേബി ജോൺ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ പ്രേമചന്ദ്രനാണെന്നും RYF നേതാക്കൾ ആരോപിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.